ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കല്യാണ വീട്ടിൽ അച്ചാർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ, കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ തന്നെ കല്യാണ വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന അച്ചാറിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അച്ചാറിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ബീട്രൂട്ടും ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ 2 ബീട്രൂട്ടും 1 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഓവർ എടുക്കണ്ട കേട്ടോ, 2 എടുക്കുമ്പോൾ 1 എടുക്കുക. അഥവാ നിങ്ങൾ 1 ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു പകുതി മാത്രം മതിയേ. അടുത്തത് ഈ ഒരു അച്ചാറിലേക്ക് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈത്തപ്പഴം. അപ്പോൾ ഞാനിവിടെ ഒരു 25 വലിയ ഈത്തപ്പഴമായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. നീളമുള്ള ടൈപ്പ് ഈത്തപ്പഴം 25 എണ്ണം നല്ലപോലെ കഴുകിയതിന് ശേഷം ഈത്തപ്പഴം മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കുതിർത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് കുതിർന്നതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. കുരുവൊക്കെ കളഞ്ഞിട്ട് തന്നെ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒറ്റിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ഇത്രയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനൊരു 20 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, 1 ഇഞ്ച് വലുപ്പം, 1.5 ഇഞ്ച് വലുപ്പമുള്ള സൈസ് മതി. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, വെളുത്തുള്ളി അച്ചാറിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിൽ ചെയ്യേണ്ടത്, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോൾസിൽ വെച്ചിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ചെറുതായിട്ടുള്ള ഹോൾസിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും മൊത്തത്തിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചെറിയ ഹോൾസിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇതുപോലെ ചെറുത് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം പേസ്റ്റാക്കിയിട്ട് ചേർത്താലും ചതച്ചെടുത്ത് ചേർത്താലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ കല്യാണ വീട്ടിലെ അച്ചാർ 2 ടൈപ്പിൽ ഉണ്ടാക്കും കേട്ടോ. ഒന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കാലം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. കാരണം നമ്മളിത് എണ്ണയിൽ കാച്ചിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എല്ലാം കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക, എന്നിട്ട് ഉടനെ തന്നെ യൂസ് ചെയ്യുക. പക്ഷേ അത് 1 വീക്ക്, ഏറിപ്പോയ 2 വീക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ, പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ, ഒരു പ്രശ്നം സംഭവിക്കില്ല. ടേസ്റ്റ് ഏതാണ്ട് ഏറെക്കുറെ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതാ വെളുത്തുള്ളി കട്ട് ചെയ്തതിന് ശേഷം ഇഞ്ചിയും ഇതുപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചി ഇത്രക്ക് വേണ്ട കേട്ടോ, ഒരല്പം ഒന്ന് കുറക്കണേ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വട്ടത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. പച്ചമുളകൊക്കെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണേ അച്ചാറിൽ, പ്രത്യേകിച്ച് ഈ ഒരു അച്ചാറിൽ മെയിനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. പിന്നെ വേറെ എന്താണ്, പച്ചമുളക് നിങ്ങൾക്ക് കുറച്ച് അധികം വേണ്ടി എടുക്കട്ടെ, എരിവ് നോക്കിയിട്ട് എടുക്കുക. കാരണം നമ്മളിതിൽ അച്ചാർ പൊടി വേറെ ഒരു കാര്യങ്ങളും ഇടുന്നില്ല, കുറച്ച് മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഈ ഒരു സെയിം രീതിക്ക് തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിതിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നിക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രം മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം. അതുപോലെ തന്നെ കടുക് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കല്യാണ വീട്ടിലെ അച്ചാർ എന്ന് പറയുന്ന വെപ്പപ്പണിക്കാറുണ്ടല്ലോ, നമ്മുടെ ബിരിയാണി വെക്കുന്ന ആൾ, ഇവർ പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഒരിടത്തുനിന്ന് കഴിച്ച പോലെയല്ല ഒരിടത്തുനിന്ന് ഉണ്ടാകുക, പക്ഷെ ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും. ചിലവർ കടുകിടും, ചിലവർ കടുകില്ല, ചിലവർ കാച്ചാതെ വെക്കും, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടുക് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അച്ചാറിൽ, അങ്ങനെയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇടുന്ന ഭാഗം ഞാൻ ക്യാമറ പോസ് ചെയ്തതുകൊണ്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്ക് നല്ല സ്മെല്ലും വരും കേട്ടോ.
അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഓവർ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി സംഭവങ്ങളൊക്കെ ഇല്ലേ, അതും ഈ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പോലെ കുറേയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ ഇതിപ്പോൾ ഇട്ട പാടായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് എന്തായാലും ഒന്ന് വഴറ്റിയെടുക്കണം, നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അച്ചാറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉപ്പ് എത്ര കിട്ടാലും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല, ഇട്ടുകൊണ്ട് നിന്നുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ, കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഈത്തപ്പഴം ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം പറയാം, ഈത്തപ്പഴം ചിലത് ഭയങ്കര മധുരമുള്ള ഈത്തപ്പഴം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എണ്ണം കുറച്ചെടുക്കണം. പിന്നെ കുഞ്ഞു കുഞ്ഞു ഈത്തപ്പഴം ആണെങ്കിൽ എണ്ണം കൂട്ടിയിട്ടെടുക്കുക. അത് നിങ്ങളെ കയ്യിലുള്ള ഈത്തപ്പഴത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടും ഈത്തപ്പഴമൊക്കെ നല്ലപോലെ മിക്സായി കിട്ടണം. അതുപോലെ തന്നെ ഒരു 1 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ബിഗിനേഴ്സിനോട് പ്രത്യേകം ഒരു കാര്യം പറയുക, ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എരിവ്, ഉപ്പ്, മധുരം, പുളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അച്ചാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ എത്ര ഇട്ട് കഴിഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അച്ചാറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മളിതിൽ അച്ചാർ പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇടുന്നില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള സുറുക്ക ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 കപ്പിൻ്റെ പകുതിയോളം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കുക, നിങ്ങൾക്ക് അച്ചാറിൻ്റെ ലൂസൊക്കെ പാകമാണോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കുക കേട്ടോ. പുളിയൊക്കെ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേണ്ടിക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടലിൽ 1/2 കപ്പ് സുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ ഒക്കെ അളവിനനുസരിച്ചിട്ട് സുറുക്കയുടെ അളവിലും വ്യത്യാസം വരും കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു കറക്റ്റ് തിക്നെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് നല്ലപോലെ സൈഡിൽ കൂടെ ഒക്കെ തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒരു 3-4 മണിക്കൂർ തന്നെ എടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊരു വേറൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കല്യാണ വീട്ടിലെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്.
അപ്പോൾ ഇപ്പം കണ്ടില്ലേ കുറച്ചുകൂടി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ചുകൂടി ലൂസായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലൂസിനനുസരിച്ചിട്ട് സുർക്ക നോക്കിയിട്ട് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം വരെ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു ബോട്ടിൽ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയുടെ ബോട്ടിൽ തന്നെ എടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ ഉള്ളൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ അച്ചാർ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. പ്രത്യേകിച്ച് നമ്മൾ അച്ചാർ പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കരുതി ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇടാതെ എങ്ങനെ ഇത്ര ടേസ്റ്റ് എന്നുള്ളത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മൊത്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്